നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അരവിന്ദേ, ശ്രേയ രാജേശ്വരിയുമായി നടന്ന കല്യാണ നിശ്ചയം അരവിന്ദിന്റെ സമ്മതത്തോടെയല്ലെന്ന് ചാരുലത കമ്മിറ്റി മുമ്പാകെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണോ? അരവിന്ദൻ ഈ കമ്മിറ്റി മുമ്പാകെ തുറന്നു പറയാം. എടാ മോനെ, അമ്മ ആലോചിച്ച് നീ ആലോചിച്ചിട്ടൊരു തീരുമാനം പറ. എടാ, എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത് നിനക്ക് കിട്ടാൻ പോകുന്ന നല്ല ജീവിതം നീ ഇല്ലാതാക്കല്ലേ. അമ്മയുടെ ഉപദേശം ഞാൻ ചോദിച്ചോ? ഒന്നും മിണ്ടായിരിക്കൂ. എടാ, എനിക്ക് സഹിക്കുന്നില്ലടാ. പെറ്റമ്മയല്ലേടാ ഞാൻ. നിന്റെ നല്ല ഭാവി സ്വപ്നം കണ്ട് നടന്നതാ ഞാൻ. നീയായിട്ട് നിന്റെ ഭാവി കളയല്ലേ മോനെ. നിന്റെ ജീവിതത്തിൽ നീ തന്നെ മണ്ണ് വാരി ഇടല്ലേ. സെന്റിമെന്റ്സ് അടിച്ച് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. അമ്മയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാ. പക്ഷേ ഇക്കാര്യത്തില് അമ്മ പറയുന്നത് ഞാൻ കേൾക്കില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എടാ, നീ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ പറയുന്നേ. അമ്മായി അരവിന്ദേട്ടന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്നൊക്കെ നല്ലതാ. പക്ഷെ ആ നല്ല ഭാവി ഏതാണെന്ന് അമ്മായിക്ക് അറിയില്ല. അരവിന്ദേട്ടൻ ഇവിടെ വെച്ചെടുക്കുന്ന തീരുമാനത്തില് അമ്മായിക്ക് വിഷമം ഉണ്ടാവും. എന്നെങ്കിലും ഒരിക്കൽ അരവിന്ദേട്ടനെടുത്ത തീരുമാനമാണ് ശരിയെന്ന് അമ്മായിക്ക് മനസ്സിലാവും. ഇങ്ങനെ വായിട്ടലച്ചിട്ടല്ലേടി മാഷിനെ ആകാശിനെയൊക്കെ നീ കയ്യിലെടുത്തത്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ അരവിന്ദനെ കൂടി. നീ ഒരു കാലത്തും ഗുണം പിടിക്കലടി. അമ്മയുടെ മോന്റെ തന്നെ നല്ലതിന് വേണ്ടിയാ ചാരു സംസാരിക്കുന്നേ. അവളോട് ശാപമൊക്കെ പറയുന്നു. അമ്മയൊക്കെ മിണ്ടരുത്. മിണ്ടിയാലുണ്ടല്ലോ സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തവനാ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. പോടാ. ഏമേ, ഇത് നിന്റെ വീടല്ല. ഇവിടെ ഇരിക്കുന്നവർ നിന്റെ വീട്ടുകാരുമല്ല. കരയോക്കാരുടെ മുന്നിൽ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാണോ? പിന്നെ ഞാനല്ലല്ലോ അപമാനിച്ചത്. കരയോഗത്തില് പരാതി കൊടുത്തും എല്ലാരും വിളിച്ചു വരുത്തിയതും നിങ്ങളുടെ പുന്നാര മരുമകളാ. അതെ, ആദ്യം നിങ്ങൾ കുടുംബക്കാരൊരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് കമ്മിറ്റി ചർച്ച ചെയ്യാം. സത്യം പറഞ്ഞ ശരിയാ. ഒരു കാര്യം, ഞങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അതല്ല, നിങ്ങൾ പരസ്പരം ചെളി വാരി എറിയാനാണെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് പോകും. അരവിന്ദ് പറ, നടന്ന കല്യാണ നിശ്ചയം വേണ്ടെന്ന് വെക്കാനാണോ തീരുമാനം? എന്താ അരവിന്ദൊന്നും പറയാത്തത്? പ്രസിഡന്റ്, ഞാൻ ഇതുവരെ അച്ഛൻ പറഞ്ഞ ഒന്നും അനുസരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ അച്ഛൻ പറയുന്നത് എന്റെ നല്ലതിന് വേണ്ടിയാ പ്രസിഡന്റ്. കരയോഗത്തിന് മുന്നിൽ എന്റെ മനസ്സിലുള്ളത് പറയാം. ചീഫ് എഞ്ചിനീയർ ശ്രേയെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് ഇഷ്ടവും അല്ല, സമ്മതവും അല്ല. പ്രസിഡന്റ്, നടന്ന ഈ കല്യാണ നിശ്ചയം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കരയോഗത്തിന് മുമ്പിൽ അപേക്ഷിക്കുക. പ്രസിഡന്റ്, അരവിന്ദേട്ടന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. ഇനി നിശ്ചയം ക്യാൻസൽ ചെയ്യാലോ. പ്രസിഡന്റ്, നിശ്ചയം ക്യാൻസൽ ചെയ്യരുത്. ഇതെന്റെ മോന്റെ തീരുമാനമല്ല. ഇവളും ഇവളുടെ കൂടെ നിൽക്കുന്നവരും ഒക്കെ കൂടി ചേർന്ന് എന്റെ മോനെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും പറയിപ്പിച്ചതാ. ഈ കമ്മിറ്റി തൽക്കാലം നിർത്തി വെച്ചിട്ട് മറ്റൊരു ദിവസം കൂടാ. അപ്പൊ എന്റെ മോനെ കൊണ്ട് നല്ലൊരു തീരുമാനം ഞാൻ പറയിപ്പിക്കാം. ഏമേ, കമ്മിറ്റി മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. കരയോഗ മെമ്പറുടെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ മാനുഷിക പരിഗണന വെച്ച് ഞങ്ങൾ ഇടപെടും. എന്ന് വെച്ച് അത് മാത്രമാണ് ഞങ്ങളുടെ ജോലി എന്ന് കരുതരുത്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി അരവിന്ദിനോട് ചോദിക്കാം, ഒരുറപ്പിന് വേണ്ടി.
അരവിന്ദ് ഉറച്ചൊരു തീരുമാനം പറ.